ഹായ് കൂട്ടുകാരെ, ഞാനാണ് കേട്ടോ സ്വാതി. അപ്പം ഇന്ന് എനിക്ക് കുറേ ക്ലീനിങ് പരിപാടി ചെയ്യണമെന്നുണ്ട്. പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ഓർത്തു വന്നാൽ ഇപ്പം ചെയ്തേക്കാമെന്ന് ഓർത്ത് ചെയ്യുവാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ ആട്ടെ എന്ന് വെച്ച് ഇതങ്ങ് നീണ്ടു പോകും കേട്ടോ. അപ്പം നമ്മുടെ സിറ്റൗട്ടിലുള്ള ചെടികളൊക്കെ ഇറക്കി. അവിടെ മൊത്തം മണ്ണായിരുന്നു, ഈ മഴയല്ലായിരുന്നു ഇത്രയും നാൾ. അപ്പം നല്ലതായിട്ട് കുളമായിരുന്നു. ഇടയ്ക്ക് ഞാനൊന്നും ഇറങ്ങാനൊന്നും പറ്റാത്തൊരവസ്ഥയും കൂടെ ആയിരുന്നേ. ചെറിയ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് അത്യാവശ്യം ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്താക്കാന്ന് ഓർത്തു. നമ്മുടെ ഈ റോസ ഇരിക്കുന്നതിൻ്റെ അവിടെ എല്ലാം കാട് കയറിയായിരുന്നു. വലിയതായിട്ടൊന്നുമില്ല, എങ്കിലും നല്ല വൃത്തികേടായിരുന്നു. പിന്നെ ചപ്പൊക്കെ വീണ് നല്ല കുളമായിട്ട് കിടക്കുമായിരുന്നേ. പിന്നെ ഈ ഒരു കലാത്തിയാട് അവിടെ നിറയെ കരിഞ്ഞേലൊക്കെ ആയിട്ടുണ്ട്, പുല്ലായിട്ടുണ്ട്. അപ്പം ഇതുവരെ ഞാൻ അതിനകത്ത് കൈയിടാതിരിക്കുമായിരുന്നു. സത്യത്തിൽ പേടിയായിട്ടാട്ടോ, എല്ലാ പാമ്പും ഉണ്ടെങ്കിലോ എന്ന് ഓർത്ത്. ഇപ്പം മൊത്തത്തിൽ പാമ്പും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ. അപ്പോൾ അത് കഴിഞ്ഞ് വേനക്കൊക്കെ ഭയങ്കര പാമ്പാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അന്നപ്പോൾ ഒന്നും ഞാനിത് തൊട്ടിട്ട് പോലും ഇല്ല. അപ്പം എന്തായാലും മഴയൊക്കെ ആണല്ലോ, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്ന് ഓർത്ത് നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നതൊക്കെ. അല്ലേ ഭയങ്കര പേടിയായിരുന്നു, നല്ലതായിട്ട് തിക്കായിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കിടന്നാൽ പോലും അറിയില്ല. അപ്പോൾ ഇങ്ങനെ വകഞ്ഞു മാറ്റി നോക്കിയിട്ടൊക്കെ എല്ലാം കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ ഇത് നല്ല തിക്കായിട്ട് കയറിയേ. ആ തിക്നെസ്സിൽ വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ അതിൻ്റെ ഇല. പിന്നെ ഈ തൊട്ടടുത്തുള്ള ഈ ഒരു ബോക്സ് പോലത്തെ അടുത്ത് നമ്മൾ നേരത്തെ ബോൾസ് ആയിരുന്നു വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കർപ്പൂരച്ചെടി വെച്ചായിരുന്നേ. അത് നല്ല ആർത്ത് കയറുന്നുണ്ട്, പക്ഷെ പൂ അധികം ഇല്ല കേട്ടോ. ചിലപ്പോഴാണെങ്കിൽ മാറ്റി വെക്കും. നേരത്തെയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ക്ലീനിങ് തുടങ്ങിയാൽ മൊത്തം വലിച്ചു വാരി ഇറക്കി ഇട്ടിട്ട് പിന്നെ ഒന്നേന്നൊരു സൈഡിൽ നിന്ന് പണി തുടങ്ങുവേ. ആ ദിവസം കൊണ്ട് തീർക്കും, പക്ഷെ നട്ട ഒടിഞ്ഞു പോകുവേ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല, ഭയങ്കരമായിട്ട് മടുക്കുന്ന പോലായിരുന്നു ഞാൻ നേരത്തെ ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും ഓരോ വശങ്ങളായിട്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ശരീരം കൂടെ നോക്കണമല്ലോ, അല്ലാതെ മൊത്തം ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു പോർഷൻ മാത്രമേ തീർക്കുള്ളൂ. അപ്പോൾ സിറ്റൗട്ടും കഴുകി അവിടെയുള്ള ചെടികളും തിരിച്ചെടുത്ത് വെച്ച് ആ ഒരു റോസ് ഇരിക്കുന്ന ഭാഗം കൂടെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സിറ്റൗട്ടിൻ്റെ കഴുകൊക്കെ കഴിഞ്ഞ് തന്നെ ചെടികളൊക്കെ തിരിച്ച് പെറുക്കി വെക്കുവാണ്. കുറേ ചെടികൾ അത്യാവശ്യം നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഈ ഇലച്ചെടികൾ മാത്രമേ സത്യത്തിൽ ഇപ്പം നല്ലതായിട്ട് നിൽക്കുന്നുള്ളൂ. ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൂച്ചെടികൾ മിക്കതും ചീത്തയായിപ്പോയി കേട്ടോ. കുറേ എണ്ണം ബോൾസൊക്കെ ഫുള്ളും പോയ പോലായി. പിന്നെ റോസയാണ് ഇപ്പോൾ ഉള്ളത്. റോസയാണെങ്കിലും കുറേ എണ്ണം പൊട്ടിക്കിളുത്ത് വരാനൊക്കെ തുടങ്ങുന്നൊക്കെ. ഇനിയിപ്പം കട്ട് ചെയ്തൊക്കെ വിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്താലേ എല്ലാം നല്ലതായിട്ട് കയറുള്ളൂ, തളുത്തൊക്കെ കയറുള്ളൂ. തളുത്ത് കയറിയാലേ നല്ല മുട്ടുകളുണ്ടാവുള്ളൂ, നല്ല ഭംഗിക്ക് നിൽക്കുകയുള്ളേ. ഇപ്പം എല്ലാം ഒരുമാതിരി നിൽക്കുക. പിന്നെ എണ്ണി വെച്ചേക്കുന്നതൊന്നും വലിയ പ്രശ്നമില്ലാതെ നിൽക്കുവാണേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെടികളുടെയൊക്കെ ഒരു അവസ്ഥ. അപ്പോൾ കുറേ ചെടികൾ ഞാൻ തിരിച്ചെടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ പണി ഇവിടെ കൊണ്ട് ഞാൻ നിർത്തിയേ. അപ്പം തൊട്ട് താഴത്തെ വീട്ടിലെ ആൻറ്റി ഒരു ചക്കമുറി തന്നായിരുന്നു. നല്ല വരിക്കച്ചക്കയായിരുന്നേ, നല്ല സൂപ്പർ മധുരമായിരുന്നു. അതുകൊണ്ട് കുളിക്കുക പോലും ചെയ്യാതെ ഞാനത് കട്ട് ചെയ്ത് കഴിച്ചേച്ച് പോയി കുളിക്കാമെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ചക്ക മുറിച്ച് കഴിക്കട്ടെ കേട്ടോ. ഇനിയിപ്പം ബാക്കി പണികളൊക്കെ നാളെ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഇവിടെ അവസാനം. ദിവസം രാവിലെയാണ് പിന്നെ ക്ലീനിങ്ങിന് വന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ആ സിറ്റൗട്ടിൽ ബാക്കിയുള്ള ചട്ടികളുടെയൊക്കെ ഒന്ന് മണ്ണ് കഴുകണം. പിന്നെ കുറേ മാറ്റി നടാനുണ്ട്, അതൊക്കെ നടണം. അപ്പോൾ ആദ്യം അതിൻ്റെയൊക്കെ മണ്ണ് കഴുകി അതൊക്കെ സിറ്റൗട്ടിലേക്ക് തന്നെ കയറ്റി വെക്കാം. നമ്മുടെ മുറ്റം മണ്ണായതുകൊണ്ടേ മുറ്റത്തിരിക്കുന്ന ചട്ടികളിലെല്ലാം എറിച്ചിലടിച്ച് ഭയങ്കരമായിട്ടും മണ്ണ് പിടിക്കുവേ. അതേ എല്ലാ മഴ കഴിയുമ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഇന്നിപ്പം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച്, പിന്നെ ഇനിയിപ്പോൾ വെയിലൊക്കെ അല്ലേ, എപ്പോഴും മഴ ഇനി എങ്ങനെയാണോ ഇനി അറിയില്ല. ഇന്നിപ്പം വെയിലാണ്, എന്തായാലും വെക്കാം, നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ കഴുകേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. അപ്പം നല്ല നീറ്റായിട്ട് ഇരുന്നോളൂല്ലോ. ഇനി എനിക്ക് 2 ചെടികളൂടെ മാറ്റി വെക്കാനുണ്ട്. ഒരു ചെടിയാണെങ്കിൽ വേര് പൊങ്ങി അങ്ങ് മണ്ടേ നിൽക്കുമായിരുന്നു. ഇപ്പോൾ പറഞ്ഞു പോകുന്നു അത്. ഈ ഒരെണ്ണം നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഒരു ചെടി ഏട്ടന് പ്രാവശ്യം ഫീൽഡ് പോയപ്പം ഏട്ടന് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. 2 തൈ ഉണ്ടായിരുന്നേ, അതിൽ ഒരെണ്ണം നന്നായിട്ട് കയറിയായിരുന്നു. പിന്നെ ഈ ഒരു തൈ പോയ പോലെ നിൽക്കുമായിരുന്നു. പിന്നെ ഇപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേത് ഞങ്ങൾ മേടിച്ചതാണ്, ഈ മഞ്ഞ ഇലയുള്ളത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന് നിറച്ച് പേരാണ്, മുഴുവൻ ഒരു തിക്കായിട്ട് നിൽക്കുമായിരുന്നേ. ഇത് നേരത്തെ മാറ്റി വെക്കുമായിരുന്നു. ഇച്ചിരും കൂടെ തൈകളൊക്കെ ഉണ്ടായി വന്നേനെ. എന്തായാലും ഇപ്പോഴാണ് മാറ്റി വെക്കാൻ പറ്റിയത്. അപ്പോൾ അതും കൂടെ മാറ്റി വെച്ചു കേട്ടോ. അത് നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ പോയ നഴ്സറിയിൽ നിറച്ച് ഇത് മാത്രമായിരുന്നു. ഇതിൻ്റെ ഈ യെല്ലോ കളറിലെ ഇലയുള്ളതും മെറൂൺ കളറിലെ ഇലയുള്ളതും ഈ ഗ്രീൻ കളറിലെ ഇലയുള്ളതൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങളിത് മാത്രമേ മേടിച്ചുള്ളൂ. ഇനി ഓരോന്നായിട്ട് മേടിച്ച് വെച്ച് അടിപൊളിയാക്കി എടുക്കണം.
പൊതുവെ ഇവിടെ നിൽക്കുന്ന എല്ലാ ചെടിയും തന്നെ ഞാനോ ഏട്ടനോ എവിടുന്നേലും ഒക്കെ കൊണ്ടുവന്ന് വെച്ചത് തന്നെയാണ്. വളരെ കുറച്ചേ ഉള്ളൂ മേടിച്ച് വെച്ചത്. അപ്പോൾ നമുക്ക് ഒത്തിരി ചെടിയാക്കി എടുക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അന്ന് വെട്ടിയ വിറകൊക്കെ ഇല്ലേ, അതിൻ്റെ കമ്പുകളൊക്കെ അവിടെ കിടക്കുവാണ്. ഇനി അതെല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കണം. അങ്ങനെ കിടക്കുന്ന കാണുമ്പോഴേ എന്തോ പോലെയാണ്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നാണ് ഒരു തോർച്ചയൊക്കെ കണ്ട് നല്ല വെയിലൊക്കെ തെളിഞ്ഞത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മാറ്റി അവിടെ നിന്ന് വൃത്തിയാക്കി ഇനി നമുക്ക് ഈ നിൽക്കുന്ന കലാത്തിയുടെ ഇലയൊന്ന് കട്ട് ചെയ്ത് അവിടെ ഒന്ന് വൃത്തിയാക്കണേ. ഈ ഒരു കലാത്തിയ ഉണ്ടല്ലോ, പണ്ട് ഞങ്ങൾ ഒരു സൈഡിലായിട്ട് ഒറ്റ ഒരെണ്ണം വെച്ചതായിരുന്നേ. അത് നിറച്ച് തൈയായിട്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനിത് മാറ്റി ഇങ്ങോട്ട് വെച്ചിരുന്നത്. പക്ഷെ അത് ഫുൾ വീഡിയോ എടുക്കണമെന്ന് ഓർത്തിരുന്നായിരുന്നു. പക്ഷേ ഓർത്തല്ല, ഞാൻ വീഡിയോ എടുത്താണ്. മെമ്മറിയൊക്കെ ഫുള്ളായി, അത് മൊത്തം പോയടാ. പിന്നെ ഒന്നും ഇടാൻ പറ്റിയില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും സാരമില്ല, പോയത് പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറേ അത് റിക്കവർ ചെയ്യാനൊക്കെ ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അവിടെ ഒന്ന് നീറ്റാക്കണം. പിന്നെ ഈ ബോൾസൊക്കെ ഒന്ന് അടുക്കി അവിടെ തന്നെയാണ് വെക്കുന്നത്, മാറ്റിയൊന്നും വെക്കുന്നില്ല. ഇച്ചിരി വെയിലൊക്കെ കുറേ ബോൾസ് പോയായിരുന്നു, ചീഞ്ഞു പോയായിരുന്നേ. ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ തൈ, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഇതാണ് കേട്ടോ മൊത്തം നമ്മൾ ക്ലീൻ ആക്കിയ ഭാഗം. ഇനിയുണ്ട് ക്ലീനിങ്, പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റുകളൊക്കെ ഇടാനും മറക്കല്ലേ.